നമുക്കറിയാം ലോ ഓഫ് എക്സ്ക്ലൂസിവിറ്റി എന്ന് പറയുന്നൊരു ആശയമുണ്ട്. കാരണം മുകളിലേക്ക് ഒരാൾ ഉയർന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിൽട്ടർ ചെയ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സുഹൃത്ത് ബന്ധങ്ങൾ, റിസോഴ്സുകളെല്ലാം ഇല്ലാതെയാകുന്നുണ്ട്. ആ ഏറ്റവും മുകളിൽ വിജയത്തിലെത്തുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, എക്സ്ക്ലൂസീവായിട്ട് ആളുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളില്ല. അവിടെ അദ്ദേഹം പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ട്. വളരെ അധികം സ്റ്റഡികൾ നടന്നതിനകത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് 50% ഗ്ലോബൽ ലീഡേഴ്സ്, മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ, മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉടമസ്ഥർ ഉൾപ്പെടെ അവർ പറഞ്ഞത് തങ്ങൾ ലോൺലിനെസ് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 60% ആളുകൾ പറഞ്ഞു ഈ ലോൺലിനെസ് അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഈ ഈ വളരെ അടുത്താണ്, വളരെ ഈ വെരി റീസെൻ്റ് ഒരു നമ്മുടെ നാട്ടിലൊരു വലിയ വ്യവസായി ആത്മഹത്യ ചെയ്യുന്നു. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ, ഒരു പക്ഷേ മറ്റുള്ളവർക്ക് വലിയ മാതൃകയാകുന്നൊരു വലിയ വിജയമാണ് അയാളുടെ ജീവിതത്തിൽ. നമുക്കൊക്കെ മുമ്പിൽ വലിയൊരു പ്രചോദനമാണ് ആ മനുഷ്യൻ. ലോകത്ത് ഒരുപാട് പേർക്ക് വലിയ പ്രചോദനമായി ഒരു ജീവിതം മാറ്റിയ ഒരു വ്യക്തിയായിരുന്നു, ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവിതം തന്നെ ഒടുക്കാൻ അവസാന പോയിന്റിൽ തീരുമാനിക്കേണ്ടി വന്നത്? അദ്ദേഹത്തിൻ്റെ വിജയങ്ങൾ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചില്ല എങ്കിൽ, എല്ലാ വിജയങ്ങൾക്ക് ശേഷവും ആയിരക്കണക്കിന് കോടി രൂപയുടെ അല്ലെങ്കിൽ വലിയ മില്യണയർ ആയതിനു ശേഷവും അയാളിൽ അവശേഷിച്ചിരുന്നത് അയാളുടെ വിജയത്തിൻ്റെ സംതൃപ്തി അല്ല എങ്കിൽ, അതിനുശേഷവും അയാളിൽ വീണ്ടും ആന്തരികമായ ശൂന്യത ബാക്കിയായിരുന്നുവെങ്കിൽ, എവിടെയോ താൻ ഒന്നും ആയില്ല എന്ന തോന്നൽ ബാക്കിയായിട്ടുണ്ടെങ്കിൽ, എവിടെയോ ഒരു അസംതൃപ്തി പിന്നെയും അയാളെ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ, ആ അസംതൃപ്തിയെ നേരിടാതെ, ആ അസംതൃപ്തിക്ക് കാരണമായതിനെ അഡ്രസ്സ് ചെയ്യാതെ, അതിൽ നിന്നും മുകളിലേക്ക് പോകാൻ കഴിയാതെ, ആ വിജയങ്ങളൊന്നും അയാളെ സംബന്ധിച്ച് വിജയങ്ങളല്ല എന്നുള്ളതാണ് ആത്യന്തികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.